എന്റെ ടീച്ചർ എന്തിനാ ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നത്? വരാനുള്ളത് എന്തായാലും വഴി തങ്ങത്തില്ല. അത് ബസ് പിടിച്ചായില്ലെങ്കിൽ വരും. വന്നല്ല, ബസ്സല്ല, കാറ്. എന്തായാലും ടീച്ചറിന്റെ കാര്യം ഇച്ചിരി കഷ്ടമാണ്. PT സാർ ഇപ്പോൾ പ്രിൻസിപ്പളായിട്ട് വരുമെന്ന് ആരെങ്കിലും വിചാരിച്ചു? ഒന്ന് സൂക്ഷിച്ചിരുന്നോ, പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിൽ കൂടുതൽ എന്തോന്ന് പണി കിട്ടാൻ. ആ രമണി ടീച്ചർ എന്താ ഇതുവരെ സ്കൂളിൽ വരാത്ത? പുതിയ പ്രിൻസിപ്പാൾ PT സാറാന്ന് പറഞ്ഞപ്പോൾ തലറങ്ങി വീണതാ. ഇനി ഒരാഴ്ച റെസ്റ്റ് എടുക്കണം. ഓ, ടീച്ചർ ഒരു കണിയാൻ്റെ അടുത്ത് പോയി സമയം നോക്കുന്നത് നല്ലതാ. ശരിയല്ലെന്ന് അറിയാലോ. ഇനി അതറിയാൻ വേണ്ടി ഇനി കണിയാൻ ഞാൻ പൈസ കൊടുക്കണം. ഇനി ഈ ഒരു കൊല്ലം. ഹലോ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. നമ്മുടെ സ്കൂളിൽ ഒരു ദിവസം ഒരു ക്ലാസ്സിൽ 2 പീരീഡ് വെച്ചെടുക്കുന്ന ഒരുപാട് ടീച്ചർ ഉണ്ടെന്ന് അറിയാം. ഇനി അതൊന്നും വേണ്ട. നമ്മുടെ സ്കൂളിൽ ഇനി ഒരു ദിവസം ഒരു ക്ലാസ്സിൽ 1 പീരീഡ് മതി. ബാക്കി 1 പീരീഡ് കുട്ടികളുടെ കലാകായിക വാസനകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങൾക്കുള്ള പുതിയ ടൈം ടേബിൾ നാളെ തരാം. അതനുസരിച്ചായിരിക്കും ഇനി ക്ലാസ് നടക്കുന്നത്. സുശീല ടീച്ചർ എൻ്റെ ഓഫീസ് വരെ ഒന്ന് പറഞ്ഞു കേട്ടോ, ഒരു കാര്യം പറയാനുണ്ട്. ടീച്ചറിനിട്ടുള്ള ആദ്യത്തെ പണി. ടീച്ചറാണല്ലോ ഈ സ്കൂളിലേക്ക് ഏറ്റവും കൂടുതൽ പീരീഡ് എടുക്കുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ എല്ലാ ക്ലാസ്സിലുള്ള കൂട്ടി ടീച്ചറിന് ഒരു 10-15 പീരീഡ് പോട്ടെ. ഇത് കേട്ടിട്ടെന്താ ടീച്ചർ ഞെട്ടാത്ത? സാറിനെ കണ്ടപ്പോഴേ എൻ്റെ ഞെട്ടൽ മൊത്തം തീർന്നു. ഇനി സ്റ്റോക്കില്ല ഞെട്ടാൻ. അല്ല, ടീച്ചറിനെ എന്തിനാ എനിക്ക് സാർ ഓഫീസിലോട്ട് വിളിച്ചത്? വേറെന്തിനാ, കെട്ടിത്തൂക്കാനായിരിക്കും. പോയിട്ട് വരാം. സാറേ. ടീച്ചറെ. സാറേ, എന്തിനാ എന്നെ വിളിപ്പിച്ചേ? വേറൊന്നുമല്ല, അടുത്ത ആഴ്ച സബ് ജില്ലാ കലോത്സവമാണ്. ടീച്ചർ പോകണം, ഒരാഴ്ച ഡ്യൂട്ടി. ഓ, അതിനെന്താ സാറേ, ഞാൻ പോയിക്കോളാം. അത് മാത്രമല്ല, അതിന്റെ അടുത്ത ആഴ്ച ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് ഉണ്ട്, അതിനും പോണം ഡ്യൂട്ടി. ഓ, അതിനും ഞാൻ പോയിക്കോളാം. വേറെ വല്ലതും ഉണ്ടോ ഇനി? ചെസ്, ക്യാരംസ്, ശാസ്ത്രമേള എന്തുണ്ടെങ്കിലും പറഞ്ഞാൽ മതി, എല്ലാത്തിനും ഞാൻ പോയിക്കോളാം. വേറെ വല്ലതും ഉണ്ടോ സാറേ എനിക്ക് പറയാൻ? ഇല്ലില്ല, ടീച്ചർ പോയിക്കോ. ശരി എന്നാ സാറേ. സാർ എന്താ പറഞ്ഞു? സാറിന് എന്നോട് ഭയങ്കര സ്നേഹം. അതുകൊണ്ട് അടുത്ത ആഴ്ചത്തെ സബ് ജില്ലാ കലോത്സവത്തിന് പോയിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അടുത്ത ആഴ്ച ക്രിക്കറ്റ് ടൂർണമെന്റിനും പോയിരിക്കാൻ പറഞ്ഞു. ഓ, അപ്പൊ അടുത്ത പണി ഞാൻ പറഞ്ഞില്ലയോ, ടീച്ചറിന് ഈ ഒരു വർഷം മൊത്തം പണിയായിരിക്കും. എൻ്റെ PT ടീച്ചറെ, ഇതിനകത്തുനിന്നൊക്കെ രക്ഷപ്പെടാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ. പറ. ടീച്ചർ ഈ സ്കൂളിൽ നിന്ന് മാറുന്നതായിരിക്കും നല്ലത്. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ള. ക്ലാസ്സിൽ പോട്ടെ.